ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിവിൽ 101. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓവർസിയർ തേർഡ് ഗ്രേഡ് വാട്ടർ അതോറിറ്റി എക്സാമിൻ്റെ മെക്കാനിക്കൽ പോർഷൻസിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ പോർഷൻസിൻ്റെ നമ്മൾ സിലബസ് റെഫർ ചെയ്യുമ്പം നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ എൻജിനീയറിംഗ് ഗ്രാഫിക്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ മെയിൻ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആ സിലബസ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് എന്ന പാർട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇനി ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം മറ്റ് സോഴ്സ് റെഫർ ചെയ്യേണ്ട ആവശ്യം വരാത്ത രീതിയിലായിരിക്കും കവർ ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ സോഴ്സസ് ആയിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ പല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ പ്ലസ് ഓവർസിയർ എക്സാം ആയതുകൊണ്ട് തന്നെ NME ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഈ ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്. അപ്പോൾ ആദ്യം എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പേരിനകത്ത് തന്നെ ഉണ്ട് ഇതിനകത്തുള്ള കാര്യം, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്, അതായത് സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു സെക്കൻഡ് നമുക്കൊരു കാര്യം ഇമാജിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളാദ്യം നമ്മൾ കുട്ടിക്കാലത്ത് എല്ലാവരും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യം തീപ്പെട്ടി. അപ്പോൾ തീപ്പെട്ടി ഞാനിപ്പോൾ ഒരു വരയ്ക്കുകയാണെങ്കിൽ തീപ്പെട്ടി ബോക്സ്, അതായത് മാച്ച് ബോക്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനകത്ത് നമ്മൾ മിക്കവരും ചെയ്തിട്ടുണ്ടാവും. ഈ തീപ്പെട്ടിയുടെ ആ ഒരു കൂട് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ ഇളക്കാൻ പറ്റും. ഇളക്കി നമ്മളെന്ത് ചെയ്യും, അതിങ്ങനെ തുറന്നെടുക്കാൻ പറ്റും ഇല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഒരു വട്ടമെങ്കിലും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ എന്താ ചെയ്തത്, അപ്പോൾ ആ തീപ്പെട്ടിക്കൂട്, അതായത് ഒരു ക്യൂബോയിഡ് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, ഓൾമോസ്റ്റ് ക്യൂബോയിഡ് ഷേപ്പായിരിക്കും തീപ്പെട്ടിയുടെ ആ ഒരു മാച്ച് ബോക്സിന്. അപ്പോൾ ആ ക്യൂബോയിഡ് ഷേപ്പുള്ള മാച്ച് ബോക്സ്, അതായത് മാച്ച് ബോക്സ്, ഇത് ഈ ഒരു ചുവന്ന കളറിൽ കാണിച്ചേക്കുന്ന ഇതാണ് ആ മാച്ച് ബോക്സ് എന്ന് വെച്ചോ. അതിനെ നമ്മൾ എന്ത് ചെയ്തു, തുറന്ന് ഒരു പ്ലെയിനിലേക്ക്, ഇവിടെ അതല്ലേ ചെയ്തു, ഒറ്റൊരു പ്ലെയിനിലേക്ക് തുറന്ന്, അല്ലെങ്കിൽ അതിനെ തുറന്ന് ഓപ്പൺ ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്തുവെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഇനി നമുക്ക് ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ഓൾ ദി സർഫസസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ പ്ലെയിൻ ഈസ് കോൾഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്. നമ്മൾ പറഞ്ഞ തന്നെ എന്താ, ആ ഒരു ഏതോ ഒരു ഒബ്ജക്റ്റിനെ അൺഫോൾഡ് ചെയ്യുന്നു, അതായത് തുറന്നെടുക്കുന്നു, അതിനാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്. ഇനി അത് തുറന്നെടുക്കുക. നമ്മുടെ എക്സാമ്പിളിൽ ഈ മാച്ച് ബോക്സിൻ്റെ ഇത് തുറന്നെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാറ്റേൺ പോലെ ഇങ്ങനൊരു ഷേപ്പ് പോലെ കിട്ടിയില്ല. ഒരു പ്ലെയിൻ പേപ്പറിൽ കുറച്ച് ഫോൾഡിങ്ങുകളൊക്കെ നമുക്ക് കാണത്തക്ക രീതിയിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ പോലെ കിട്ടി. ആ കിട്ടിയ സംഭവം, അതിൻ്റെ പേരെന്താണ് പറയുന്നത്, പാറ്റേൺ. വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫോം ഓഫ് ഒബ്ജക്റ്റ് ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേപ്പറില്ലേ, അതിന് പറയുന്ന പേരെന്താണ്, പാറ്റേൺ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം. എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് എന്നും എന്താണ് പാറ്റേൺ. അപ്പോൾ അൺഫോൾഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ് എന്ന് പറയുന്നതും, അൺഫോൾഡ് ചെയ്ത്, അതായത് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, അതിനാണ് എന്ത് പറയുന്നത്, പാറ്റേൺ. അപ്പോൾ ആ ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഫോൾഡുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്തിനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ്, എവിടെയാണ് എസെൻഷ്യലായിട്ട് വരുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് ഈസ് എസെൻഷ്യൽ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് ഡക്റ്റ്, സ്റ്റോറേജ് ടാങ്ക്, ഫണൽസ്, ചിമ്നി എക്സെട്ര. അതായത് ഇപ്പം നമ്മൾ എന്താണ് ഡെവലപ്പ് എന്ന് പറഞ്ഞു. ഇനി ശരിക്കും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളെല്ലാം എൻജിനീയേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്ത്, ഒരു പടം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് കൊടുക്കത്തില്ല. അതെങ്ങനെ, നമ്മൾ പോയി പറയുവാണോ, അല്ല, നമ്മളൊരു പേപ്പറിനകത്ത് എന്താണോ നിർമ്മിക്കേണ്ടത് അതെന്ത് ചെയ്യുക, നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ വരച്ച സാധനം അദ്ദേഹത്തിൻ്റെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കണം എന്ത് ചെയ്യണം, ഇത് ഏത് ഷേപ്പ് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റാണ് ഉണ്ടാക്കാൻ ഇവർ ഡിസൈൻ ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യമാണ് ഇതിനുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫാബ്രിക്കേഷൻ ഓഫ് ഡക്റ്റ്. അതായത് ഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, AC ഡക്റ്റ് എന്നൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ആൾക്കാരിങ്ങനെ നുഴഞ്ഞു കയറിപ്പോന്ന് കണ്ടിട്ട് മുകളിൽ, അതാണ് AC ഡക്റ്റ്. അപ്പോൾ ആ ഒരു സംഭവം ഫാബ്രിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ എങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ഇങ്ങനെ കാണും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളിത് കണ്ട് മനസ്സിലാക്കും, ഓക്കെ ഇത് ഡക്റ്റാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം റിവേഴ്സാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഡെഫിനിഷൻ വരുന്നത് നേരെ തിരിച്ചു വരും, അൺഫോൾഡിങ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, ഇനി
2 ബേസിക് കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഡെവലപ്മെൻറ്റ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് 2 രീതിയിൽ ചെയ്യാം. ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പേര് ട്രൂ ഡെവലപ്മെൻ്റ് എന്നും രണ്ടാമത്തെ ഡെവലപ്മെൻറ്റിൻ്റെ പേര് അപ്രോക്സിമേറ്റ് ഡെവലപ്മെൻ്റ് എന്നും. അപ്പോൾ ആദ്യം ട്രൂ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പേരിനകത്ത് തന്നെ ഉണ്ട് ട്രൂ ആയ ഡെവലപ്മെൻറ്റ്. അതെന്താണ് ട്രൂ ആയ ഡെവലപ്മെൻ്റ് എന്ന്? അതായത് ചില ഒബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എടുത്തത് എന്തായിരുന്നു? മാച്ച് ബോക്സ്. അപ്പോൾ ആ മാച്ച് ബോക്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ എന്താണോ അതിൻ്റെ ഒരു സൈഡ് അതേ സൈസിലും ഷേപ്പിലും തന്നെയല്ലേ നമ്മൾ തുറന്നെടുത്തപ്പോഴും കിട്ടിയത്? അതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിനാണ് എന്ത് പറയുന്നത്? ട്രൂ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ട്രൂ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കി. ട്രൂ ഡെവലപ്മെൻറ്റ് ഈസ് വൺ വിച്ച് ഈസ് നോ സ്ട്രെച്ചിങ്, നോ ഡിസ്റ്റോർഷൻ ഓഫ് ദി സർഫസ് ഒക്കേഴ്സ് ആൻഡ് എവറി സർഫസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഈസ് ദ സെയിം സൈസ് ആൻഡ് ഷേപ്പ് ആസ് ദി കറസ്പോണ്ടിങ് സർഫസ് ഓൺ ദി 3D ഒബ്ജക്റ്റ്. അതായത് ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ ഓരോ സൈഡുകളുടെയും സൈസും ഷേപ്പും ഒക്കെ എങ്ങനെയാണോ ഇത് തുറന്നെടുക്കുമ്പോൾ അൺഫോൾഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പാറ്റേൺ കിട്ടത്തില്ലേ, ആ പാറ്റേണിലും ആ ഫേസിൻ്റെ സൈസും ഷേപ്പൊക്കെ എന്തായിരിക്കും? സെയിം. അതായത് അതിനൊരു ഡിസ്റ്റോർഷൻ, ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, അതായത് ഈ വലിവോ അതിനൊരു വ്യത്യാസം സംഭവിക്കുന്നില്ല സൈസിലും ഷേപ്പിലും. അതിനാണ് എന്ത് പറയുന്നത്? ട്രൂ ഡെവലപ്മെൻറ്റ്. അതിനുള്ള എക്സാമ്പിൾസാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പോളിഹെഡ്രനും സിംഗിൾ കേർവ്ഡ് സർഫസും. അപ്പോൾ ഒരു മനസ്സിലൊരു ചോദ്യം വരാം, എന്താണ് പോളിഹെഡ്രൻ, എന്താണ് സിംഗിൾ കേർവ്ഡ് സർഫസ്? അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ പോളിഹെഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ പ്ലെയിൻ സർഫസുകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന 3D ഫിഗറിനാണ് എന്ത് പറയുന്നത്? പോളിഹെഡ്രൻ. ഇപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പ് എന്താണിത്? ഒരു പിരമിഡാണ്. അപ്പോൾ പിരമിഡിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കി, ആ പിരമിഡിൻ്റെ ഓരോ സൈഡും ഓരോ ട്രയാങ്കിൾ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് തുറക്കുമ്പോഴും എന്തോ കിട്ടുന്ന ആ പാറ്റേണിലും ആ ട്രയാങ്കിളിൻ്റെ സൈസോ ഷേപ്പോ വ്യത്യാസം വരുമോ? ഇല്ല, സെയിം തന്നെ. അപ്പോൾ അങ്ങനെ സെയിം സൈസും ഷേപ്പും കിട്ടുവാണെങ്കിൽ അതിനെന്ത് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ? ട്രൂ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമുക്ക് ഓർത്ത് വെക്കാമല്ലോ, പോളിഹെഡ്രൻ എന്തായിരിക്കും? ട്രൂ ഡെവലപ്മെൻറ്റ് തരുന്നതാണ്. അതുപോലെ ഇതെന്താ? ക്യൂബോയിഡിലും എന്താണോ ആ ഒബ്ജക്റ്റിലുണ്ടായിരുന്ന ഫേസ് അതേ ഡയമെൻഷൻ തന്നെയല്ലേ ഇത് തുറക്കുമ്പോഴേ നമുക്ക് കിട്ടാൻ പോകുന്നത്? അതെ. അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾ ഓർത്ത് വെക്കുക, പോളിഹെഡ്രൻ എന്താണ്? ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രൂ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റ്. ഇനി രണ്ടാമത്തെ സിംഗിൾ കേർവ്ഡ് സർഫസ്. സിംഗിൾ കേർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വരേണ്ട ഒരു കോണെന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഒരൊറ്റ കേർവേ ഉള്ളിത്. അതായത് പല കേർവുകൾ ചേർന്നല്ല, ഒറ്റൊരു കറങ്ങിയിരിക്കുമല്ലേ മൊത്തത്തിൽ, ഒറ്റൊരു കേർവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സർഫസിനാണ് സിംഗിൾ കേർവ്ഡ് സർഫസ് എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ കോണാണ്, ഇത് കോണ. സോ സിംഗിൾ കേർവ്ഡ് സർഫസ് നമുക്ക് എന്തായിരുന്നു തരുന്നത്? നമുക്ക് ട്രൂ ഡെവലപ്മെൻ്റ് ആയിരുന്നു. മറ്റൊരു എക്സാമ്പിളോടെ നമുക്ക് കാണാം. ഏതാ? സിലിണ്ടറും എന്താ? സൈസിലോ ഷേപ്പിലോ വ്യത്യാസം വരുമോ ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ? ഇല്ല. അപ്പോൾ അതും എന്താണ്? നമുക്ക് ട്രൂ ഡെവലപ്മെൻ്റ് ആണ് തരുന്നത്. പിന്നെ അത് മനസ്സിലാക്കാനുള്ള ട്രൂ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ഈ ഒരു കീ പോയിൻ്റാണ് ഓർത്ത് വെക്കണം. നോ സ്ട്രെച്ചിങ്ങും നോ ഡിസ്റ്റോർഷനും ആണ് ഉള്ളത്. അതായത് ഒന്നും വലിവോ സൈസ് ഷേപ്പിൽ വ്യത്യാസം വരത്തില്ല. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, പോളിഹെഡ്രനും അല്ലെങ്കിൽ സിംഗിൾ കേർവ്ഡ് സർഫസ്. അടുത്തത് അപ്പം ട്രൂ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? നേരെ റിവേഴ്സ്. എന്താ? ഇതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ സൈസിലോ ഷേപ്പിലോ ഒറിജിനൽ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസിലോ ഷേപ്പിലോ ഒക്കെ വ്യത്യാസം വരും. അല്ലെങ്കിൽ എന്താവും? ഡിസ്റ്റോർഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് സംഭവിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ബലൂൺ കണ്ടിട്ടില്ലേ? ബലൂൺ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചോ, ഇതൊരു ബലൂണ്. ഈ ബലൂണിനെ നമ്മൾ അൺഫോൾഡ് ചെയ്യും, എന്ത് ചെയ്യും? അപ്പോൾ ഇത് പൊട്ടിക്കുക നമുക്ക് എന്തോ കിട്ടുന്നു? ഇങ്ങനൊരു ചെറിയൊരു സംഭവം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ 2 സ്ഥലവും സ്ട്രെച്ച് ചെയ്ത് വലിച്ചൊക്കെ പിടിക്കണ്ടേ? അപ്പോൾ സെയിം സൈസോ ഷേപ്പോ ആണോ വരുന്നത്? അല്ല, സ്ട്രെച്ചിങ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ഡിസ്റ്റോർഷൻ, അതായത് സൈസിൽ ഷേപ്പിൽ വ്യത്യാസം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്ട്സ് അതിനാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് അപ്രോക്സിമേറ്റ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ വായിക്കാം, അപ്രോക്സിമേറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് വൺ വിച്ച് സ്ട്രെച്ചിങ് ഓർ ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ്. മറ്റേതിൽ ഒക്കർ ചെയ്യത്തില്ലായിരുന്നു, ഇതിനെന്ത് ചെയ്യും? ഒക്കർ ചെയ്യും ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി ദ റിസൾട്ടിങ് ഫ്ലാറ്റ് സർഫസ് ആർ നോട്ട് സെയിം സൈസ് ഷേപ്പ്. അത് നമുക്കറിയാം, സെയിം സൈസും ഷേപ്പും ആയിരിക്കത്തില്ല. ഇനി ഇതിനകത്തുള്ള എക്സാമ്പിൾ, നേരത്തെ എക്സാമ്പിൾ പോളിഹെഡ്രനും സിംഗിൾ കേർവ്ഡ് സർഫസ് വരുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? റാപ്ഡ് സർഫസ് ഡു നോട്ട് പ്രൊഡ്യൂസ് ട്രൂ ഡെവലപ്മെൻറ്റ്. അതുപോലെ ഡബിൾ കേർവ്ഡ്
സർഫസ്. നേരത്തെ പോളിഹെഡ്രനും സിംഗിൾ കേർവ്ഡ് സർഫസുമാണ് എക്സാമ്പിളെങ്കിൽ ഇവിടുത്തെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡബിൾ കേർവ്ഡ് സർഫസ്, അതുപോലെ റാപ്ഡ് സർഫസ്. റാപ്ഡ് സർഫസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കവചം പോലെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന സംഭവം. ഇപ്പോൾ ലഡുവൊക്കെ നമുക്ക് പൊതിഞ്ഞ് വരത്തില്ലേ, അതെന്താ ഇങ്ങനെ ഒരു പൊതി, അതിനെ ഇളക്കുമ്പോഴും എന്തായിരിക്കും അതിൻ്റെ സൈസിലും ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. റാപ്ഡ് സർഫസും ഡബിൾ കേർവ്ഡിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാ സ്പിയർ. അതാ നമ്മുടെ ബലൂണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഈ സ്പിയറിനെ ഒന്ന് തുറന്ന് അൺഫോൾഡ് ചെയ്യാൻ നോക്കി, സെയിം സൈസും ഷേപ്പൊക്കെ കിട്ടുമോ? ഇല്ല. അതിനെന്ത് ചെയ്യും? ഒരു ഡിസ്റ്റോർഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എന്തായാലും വരും. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്താണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ 2 തരങ്ങളുണ്ട്, ട്രൂ ഡെവലപ്മെൻറ്റും ഉണ്ട്, അപ്രോക്സിമേറ്റ് ഡെവലപ്മെൻറ്റും ഉണ്ട്. അത് മനസ്സിലാക്കി, അതിൻ്റെ എക്സാമ്പിളും മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. എങ്ങനെയൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണ് ആക്ച്വലി തുടക്കം കൊടുത്തേക്കുന്നത്. കുറേ മെത്തേഡ് കാണും. പാരലൽ ലൈൻ മെത്തേഡ്, അഗെയിൻ പാരലൽ ലൈൻ മെത്തേഡ്, റേഡിയൽ ലൈൻ മെത്തേഡ്, അപ്രോക്സിമേറ്റ് ഡെവലപ്മെൻറ്റ്, ട്രയാങ്കുലേഷൻ ഡെവലപ്മെൻറ്റ്, കുറേ പേരുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നിങ്ങൾ PPT കിട്ടുമ്പോൾ നിങ്ങളിത് റെഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ തുടക്കം വെച്ചേക്കുന്നേ ഉള്ളൂ. നമുക്ക് ഓരോ നോക്കാം. എന്താണ് ഡെവലപ്മെൻറ്റ്, മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് പാരലൽ ലൈൻ മെത്തേഡ്. ഇപ്പോൾ എന്താണ് പാരലൽ ലൈൻ മെത്തേഡ്? എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പേരിനകത്തുണ്ട് പാരലൽ ലൈൻ മെത്തേഡ്. ഇപ്പോൾ പാരലൽ ലൈൻ്റെ ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് പാരലൽ ലൈൻസ് ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ദി എക്സ്പാൻഡഡ് പാറ്റേൺ ഓഫ് ഈച്ച് 3-dimensional ഷേപ്പ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാം. അതായത് ഈ ഒരു ക്യൂബോയിഡ് ഷേപ്പാണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഓരോ ഫേസും എന്താണ്ട് കുറേ പാരലൽ ലൈൻസ് ഉപയോഗിച്ചല്ലേ വരച്ചെടുത്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇൻ ദിസ് മെത്തേഡ് പാരലൽ ലൈൻസ് ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് എക്സ്പാൻഡഡ് പാറ്റേൺ ഓഫ് ഈച്ച് 3-dimensional ഫിഗർ. അപ്പോൾ നമ്മൾ പാറ്റേൺ, അതായത് അൺഫോൾഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ പാറ്റേൺ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വരയ്ക്കുന്നത്? പാരലൽ ലൈൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? വരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് പേരിനകത്ത് എന്ത് വരുന്നത്? പാരലൽ ലൈൻ മെത്തേഡ്. ദ മെത്തേഡ് ഡിവൈഡ്സ് ദി സർഫസ് ഇൻറ്റു സീരീസ് ഓഫ് പാരലൽ ലൈൻസ് ടു ഡിറ്റർമൈൻ ദി ഷേപ്പ് ഓഫ് പാറ്റേൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ, അപ്പോൾ ഒരു സർഫസ് അല്ലെങ്കിൽ പാറ്റേണിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? പാരലൽ ലൈൻസിൻ്റെ സഹായത്തോടെ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ എക്സാമ്പിളാണ് സിലിണ്ടറും പ്രിസവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതിന് 3 മാർക്കാണ് പറഞ്ഞേക്കുന്നത്, അതിൽ 90% നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇതിനകത്ത് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഈ മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. ഇപ്പോൾ പാരലൽ ലൈൻ മെത്തേഡ്സിൽ ഏതൊക്കെയാണ് പറ്റുന്നത്? സിലിണ്ടറും പറ്റും, പ്രിസവും പറ്റും. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഇതല്ലേ ക്യൂബോയിഡ് അല്ലെങ്കിൽ പ്രിസം, സ്ക്വയർ പ്രിസം. ഇതാണല്ലോ. ഇയാളെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തത്? ഇയാളെ കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് നോക്കി, എല്ലാം നമ്മൾ പാരലൽ ലൈൻസിൻ്റെ സഹായത്തോടു കൂടിയല്ലേ ഈ പാറ്റേൺ വരച്ചേക്കുന്നത്. അങ്ങനെ വരയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പാരലൽ ലൈൻ മെത്തേഡ്. ഇനി രണ്ടാമത്തെ ആളെ നോക്കിയേ, സിലിണ്ടറും എന്താ ചെയ്തേക്കുന്നത്? സിലിണ്ടറിന് കുറേ പാരലൽ എലമെൻറ്റ്സ് പോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കണ്ടോ, പാരലൽ ലൈൻസ് പോലെ വെച്ചിട്ടല്ലേ ഇതിനെയും ഡെവലപ്പ് ചെയ്തെടുത്ത്. സോ അതും എന്തിൻ്റെ എക്സാമ്പിളായിട്ട് വരും? പാരലൽ ലൈൻ മെത്തേഡ്. ഇനി ഇത് സിലിണ്ടറിൻ്റെ കാര്യം വേണമെങ്കിൽ ചിലപ്പോൾ വേസ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സിലിണ്ടറിൻ്റെ കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. സിലിണ്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? സിലിണ്ടർ എന്ന് പറയുന്നത് ആദ്യം നമുക്കറിയാം, സിലിണ്ടർ ഈ ഷേപ്പാണല്ലോ ഉള്ളത്. സിലിണ്ടറിനെ ആദ്യം എടുത്ത് ഇപ്പോൾ ഒരു പ്ലെയിൻ ഞാൻ വരയ്ക്കുക. ഇതൊരു പ്ലെയിനാണ് ഈ ബ്ലാക്ക് കളറിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിനെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ട് വെക്കും. അന്നേരം സിലിണ്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യും? ഈ പ്ലെയിനുമായിട്ട് ടച്ച് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? കട്ട് ചെയ്യും സിലിണ്ടർ. എന്നിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം പിന്നെ എന്ത് ചെയ്യുക? ഇതിനെ നേരെ വിരിക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ഈ പ്ലെയിനിൽ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഇത് വരും. പിന്നെ മുകളിലുള്ള സർക്കിൾ, താഴെയുള്ള സർക്കിൾ. അപ്പോൾ ഇവിടെ എല്ലാം എന്ത് ചെയ്യും? പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സിലിണ്ടറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ പ്രൊസീജിയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. PPT കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്താണ്? സിലിണ്ടർ ഈസ് പൊസിഷൻഡ് സച്ച് ദാറ്റ് 1 element ലൈസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് പ്ലെയിൻ. നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റ് പ്ലെയിനിൽ കൊണ്ടുവെക്കുന്നു. സിലിണ്ടർ എന്ത് ചെയ്യും?
ദെൻ അൺറോൾഡ് അണ്ടിൽ ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഓൺ ദി ഡെവലപ്മെൻറ്റ് പ്ലെയിൻ. അൺറോൾ ചെയ്ത് ഒരു പാറ്റേൺ ആവുന്ന വരെ അൺറോൾ ചെയ്തെടുക്കും. ബേസ് ആൻഡ് ടോപ്പ് ഓഫ് സിലിണ്ടർ ആർ സർക്കിൾ, അത് നമ്മൾ പറഞ്ഞു. വിത്ത് സർക്കംഫറൻസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. യെസ്, ഈ ഒരു പോയിൻ്റ് കൂടെ ജസ്റ്റ് നോക്കാം. അതായത് ഈ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഭാഗം എങ്ങനെ ഇരിക്കുന്നത്? ഒരു സർക്കിളിൻ്റെ ഷേപ്പിലാണ്. അന്നേരം ഇതിനെ ഞാൻ അൺറോൾ ചെയ്തെടുക്കുമ്പോൾ, അതായത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുള്ള ആ സർക്കിളില്ലേ, ആ സർക്കിളിൻ്റെ പെരിമീറ്ററിന് തുല്യമായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. കാരണം എത്ര വരെ ഇപ്പം ഇങ്ങനെയുള്ളൊരു സാധനം ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഇത് നോക്കാൻ പറ്റും? ആ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ അത്രയല്ലേ നോക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് സിലിണ്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര? പെരിമീറ്റർ ഓഫ് ടോപ്പ് ഓർ ബോട്ടം സർക്കിൾ. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. നമ്മൾ അടുത്ത സെഷനിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് പഠിക്കുന്നുണ്ട്, അന്നേരം എടുത്ത് വീണ്ടും പഠിക്കും.